തൃപ്തിയായില്ലേ രണ്ടുപേർക്കും? അടിച്ചു രണ്ടിനെ കരണക്കുറ്റി പൊട്ടിക്കാ വേണ്ടത്. നീ ആരാണെന്നാ ധരിച്ചു വെച്ചിരിക്കുന്നേ? എന്നാൽ ഇമ്മാതിരി മണ്ടത്തരം നിങ്ങൾ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. മാളവിക മേഡം വന്നില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താകുമായിരുന്നു? എങ്ങനെ എന്നെ കൊടുക്കാൻ നോക്കി വ്രതം നോറ്റ് നടക്ക ആ സ്ത്രീയും മഹേന്ദ്രനും. അപ്പൊ നിങ്ങളായിട്ട് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയോ? മാളവിക മാഡം വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ആ ആഭാസിന് മുന്നിൽ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരില്ലായിരുന്നോ? അഭി അയാൾ എന്തുമാത്രം ഉപദ്രവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയോ? തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ അഭി നിന്ന് കൊണ്ടു. നിങ്ങളെ ഓർത്ത്. ചേച്ചി അവര് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത് ആ ഡോക്യുമെന്റിന്റെ ബലത്തിലാണെന്ന് അറിഞ്ഞപ്പോ ചേച്ചി സഹായിക്കാനാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരുത്തി പോലീസ്, മറ്റൊരുത്തി പോലീസ് ആവാൻ പോകുന്നവള്. പക്ഷെ ബുദ്ധി എന്നൊരു സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല. മതി, കുറെ നേരമായല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ അവരെ കുറ്റം പറയുന്നു. അവര് നല്ല ഉദ്ദേശം വെച്ചല്ലേ ചെയ്തേ. അതിന്റെ പേരിൽ ഇങ്ങനെ വഴക്ക് പറഞ്ഞാലോ? അവരനുഭവിച്ചത് അവർക്കല്ലേ അറിയാവൂ. ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു വരുമ്പോ ആശ്വസിപ്പിക്കുന്നതിന് പകരം വഴക്ക്. ചേച്ചി ആരാ? ഇവിടുത്തെ ഹെഡ് മിസ്ട്രസോ? എന്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇവരെ രണ്ടിനെയും പ്രസവിച്ച് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയതാ അമ്മ. അന്നു മുതൽ ഇവർക്ക് ഞാനായിരുന്നു അമ്മ. നിങ്ങളെ രണ്ടുപേരെ ഞാൻ അനിയത്തിമാരായി കണ്ടപ്പോ ഇവരെ ഞാൻ എന്റെ മക്കളായ കണ്ടത്. ഇവർക്കെന്തേലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ചേച്ചി, സ്നേഹം കൂടുമ്പോ കരുതലും കൂടും. ഇമ്മാതിരി തോന്നിയാസം കാണിച്ച വഴക്കം കേൾക്കും. അത് സഹിക്കല്ലാതെ വേറൊരു വഴിയില്ല. മേലിൽ ഇങ്ങനത്തെ വല്ല അക്രമവും കാണിച്ച രണ്ടും അനിയത്തിമാരാണെന്നോ അതിലൊരാൾ പോലീസാണെന്നോ ഒന്നും ഞാൻ നോക്കില്ല. അമൃതേച്ച് തല്ലൂന്ന് പറയത്തേ ഉള്ളൂ. പക്ഷെ ഞാൻ ശരിക്കും തല്ലും. മനസ്സിലായി? ഇതിലും ഭേദം ആ ഗുണ്ടകളായിരുന്നു അല്ലേ ആരതേ? അവരിത്രയും ഉപദ്രവിച്ചില്ലല്ലോ. ഇതിപ്പോ സ്വന്തം വീടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പട്ടാള ക്യാമ്പ് ഇതിലും ഭേദോ. എരുതിയിൽ എണ്ണ ഒഴിക്കാതെ പോവാൻ നോക്കകില്ലേ? അനിയത്തിമാർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വേണ്ട. വെറുതെ ഓരോന്ന് പറഞ്ഞ് മൂപ്പിച്ചിട്ട് അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കാതിരുന്നാ മതി. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വർത്താനം പറയാൻ ഒരാൾക്കല്ലേ അവകാശമുള്ളൂ. മക്കളെ, ഇതെന്തൊരു അവിവേകമായിപ്പോയി. നിങ്ങൾക്ക് എന്തേലും പറ്റിയിരുന്നെങ്കിലോ? എന്തും ചെയ്യാൻ മടിക്കാത്തൊരു പിശാചാണ് ആ സ്ത്രീയെന്ന് നിങ്ങൾക്കറിയാലോ. എന്നിട്ടും സോറി ചേച്ചി, പറ്റിപ്പോയി. ആ ഡോക്യുമെന്റ് വലിച്ചു കയറി കളഞ്ഞിട്ട് ചേച്ചിയുടെ മുമ്പിൽ അന്തസ്സായി വന്ന് നിൽക്കണമെന്ന് ഓർത്തിട്ട് പോയത്. അതോടെ ചേച്ചിക്ക് സന്തോഷമാവുമല്ലോ എന്ന് കരുതി. എനിക്കറിയാം എൻ്റെ കുട്ടികൾക്ക് എന്നോടുള്ള സ്നേഹം. അത് തന്നെ എൻ്റെ പ്രശ്നവും. ഇനി ഇങ്ങനൊന്നും വേണ്ട. ആ ഡോക്യുമെന്റിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. വേദന ഉണ്ടോ? കുറച്ച്. ചേച്ചി മരുന്ന് പുരട്ടി തരാം. 2 ദിവസം കൊണ്ട് ഒക്കെ ശരിയാവും. ജോലി പോലീസിലല്ലേ അമൃതേച്ചി? ഇനി എത്ര ഇടി കിട്ടാനിരിക്കുന്നു? ഇതതിന്റെ ഒരു ട്രെയിനിങ് ആയിട്ട് കൂട്ടിയാ മതി. ചേച്ചി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാര്യങ്ങളെല്ലാം നമ്മളെ കൈവിട്ടു പോയി. പഞ്ചരത്നം ഇനി ഒരിക്കലും നമ്മളിതാവില്ല. എൻ്റെ വിഷമം അതല്ല. അമൃതയായിട്ടുള്ള കല്യാണമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഇനി അവളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പോലും പറ്റില്ല. നീ എൻ്റെ അനിയൻ തന്നെയാണോടാ? കഷ്ടം. കലാവതി ഇവിടം വരെ എത്തിയതേ റോസാപ്പൂ വിരിച്ച പരവതാനിയിലൂടെ നടന്നിട്ടല്ല, കല്ലും മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെ നടന്നാ. വേദനകൾ ഉണ്ടായിട്ടുണ്ട്, തോൽവികൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. പക്ഷേ വിട്ടുവീഴ്ച എന്നൊരു വികാരം എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെയാ ഞാൻ ഇവിടം വരെ എത്തിയത്. പക്ഷേ
ഇനി ഒരു കളിക്ക് സ്കോപ്പില്ലാത്ത വിധം തകർന്നു പോയില്ലേ നമ്മുടെ പ്ലാൻ? നമ്മുടെ പ്ലാനുകൾ തകർന്നുവെന്ന് സമ്മതിച്ചു. പക്ഷേ ഇനിയൊരു സ്കോപ്പില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ശൂന്യതയിൽ നിന്ന് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കൂ ഈ കലാവതി. പഞ്ചരത്നം ഒരു മോഹമായി എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മായ്ക്കാനാവില്ല. അത് സ്വന്തമാക്കാൻ ഞാൻ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോവും. അപ്പോ അമൃത, മോഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാനായിട്ടെങ്കിലും ഒരു വഴി നിന്റെ തലയിൽ തെളിയുന്നില്ലല്ലോ മഹേന്ദ്ര. അതിന് ഈ ചേച്ചി തന്നെ വേണം. നീ വിഷമിക്കണ്ട. അമൃത ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നീ ആയിരിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.